പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന് ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിൽ 15-ാമത്തെ വാക്യം. ന്യായാധിപസംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ഹല്ലേലൂയ, അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ആരുടെ മുഖമാണ്? സ്തേഫാനോസിന്റെ മുഖം. ഹല്ലേലൂയ. അപ്പൊ സ്തേഫാനോസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ ഇന്ന് വരെ പ്രകാശിക്കുന്നു എന്നുള്ളത് വിശുദ്ധ തിരുവഴുത്ത് വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു എന്ന് ഹല്ലേലൂയ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഇന്ന് സ്വർഗവുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ സ്തേഫാനോസിന്റെ മുഖം സ്വർഗത്തിലെ ദൈവദൂതന്റെ മുഖം സ്തോത്രം മുഖം പോലെ ശോഭിച്ചിരിക്കുന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ വായിച്ചാല് യേശുക്രിസ്തുവിന്റെയും സ്തേഫാനോസിന്റെയും വിസ്താരം തമ്മിൽ അല്ലെങ്കിൽ പല നിലകളിലും വളരെ സാമ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. രണ്ടുപേരും ദൈവദൂഷണം ആരോപിക്കപ്പെട്ടു. ഇരുവരും ദൈവാലയത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇരുവർക്കുമെതിരെ കള്ളസാക്ഷികളും ഹാജരാക്കപ്പെട്ടു. പക്ഷെ കുറ്റവാളിയായി ഹാജരാക്കപ്പെട്ട സ്തേഫാനോസിന്റെ മുഖത്തേക്ക് ന്യായാധിപ സംഘത്തിലെ ആളുകൾ നോക്കിയപ്പോൾ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ തേജസ്സുള്ളതായി കാണപ്പെട്ടു. അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടതായിരിക്കാം അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചത്. ഹല്ലേലൂയ. ഈ അനുഭവമാണ് ദൈവമക്കൾക്ക് ആവശ്യം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ കഷ്ടതകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വെല്ലുവിളികളും സുവിശേഷം മുഖാന്തരം ഉപദ്രവങ്ങളും തടവുകളും വരുമ്പോൾ ഒരുപക്ഷെ ജീവിതം തന്നെ തകരുന്ന സാഹചര്യത്തിൽ വരുമ്പോഴും സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്തതുകൊണ്ട് അവന്റെ പേര് കുറ്റാരോപണങ്ങൾ ചുമത്തുകയും കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് കള്ളസാക്ഷി പറയിപ്പിക്കുകയും ചെയ്യുമ്പോഴും ന്യായാധിപ സംഘത്തിലുള്ളവർ സ്തേഫാനോസിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കുക. എന്തുകൊണ്ടാണ്? അവന്റെ ഉള്ളിലെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, അവനുള്ള അഭിഷേകം കഷ്ടതയുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ അവനെ സ്തോത്രം കുറ്റം ചുമത്തുന്നവരെ പോലും അമ്പരപ്പിക്കുന്ന വിധത്തിൽ അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കുക. ഞാനിത് പറയാൻ കാരണം ഈ ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് ശാശ്വതമല്ല. ഇവിടെ ഒരുപാട് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. അവിടെയൊക്കെ നാം ഒരുപക്ഷെ തളർച്ച ഒക്കെ വന്നേക്കാം. പക്ഷേ ആത്മാവിൽ നിറയപ്പെട്ട ദൈവത്തിന്റെ ജനം, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ദൈവത്തിന്റെ ജനം എന്തെല്ലാം പ്രതിസന്ധികൾ കണ്ടാലും തളർന്നു പോകാതെ നമ്മളിലുള്ള അഭിഷേകം ശക്തമായി വെളിപ്പെടുത്തി പ്രതികൂലത്തിന്റെ നടുവിൽ നമ്മുടെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ച് നാം നിൽക്കണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുക, രക്തം ചെയ്യും. ഹല്ലേലൂയ. ചില ആളുകൾക്കൊക്കെ കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും വന്നു കഴിയുമ്പോൾ അവർ സുവിശേഷ വേല തന്നെ ഇട്ടേച്ചു പോകും. ഹല്ലേലൂയ. പിന്നെ അവർക്ക് ദൈവത്തെയും വേണ്ട, ദൈവസഭയും വേണ്ട, സുവിശേഷവും വേണ്ട. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസഭ കൂടി ആരാധിച്ച പലരും ജീവിതത്തിൽ ക്ലേശങ്ങൾ പ്രയാസങ്ങൾ വന്നപ്പോൾ, കഷ്ടത വന്നപ്പോൾ അവർക്ക് ദൈവവും വേണ്ട, സഭയും വേണ്ട, ദൈവമക്കളെയും വേണ്ട. അവർ ദൈവസഭയ്ക്ക് പുറത്തായി നിൽക്കുക. കാരണം അവർക്ക് നന്മ മാത്രമാണ് ആവശ്യം. അവരൊരിക്കലും ദൈവസ്നേഹം അനുഭവിക്കാനോ ദൈവസാന്നിധ്യം അനുഭവിക്കുവാനോ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്നുള്ള ആ നിത്യമായ രാജ്യത്തിൽ, ആ സ്വർഗപരദീസയിൽ നിത്യത മുഴുവൻ ചെലവഴിക്കാൻ വേണ്ടി വന്നവരല്ല സഭയിലവര്. അവർ താൽക്കാലികമായ നന്മകൾ മാത്രം പ്രതീക്ഷിച്ച് വന്നവർ. ആ നന്മകൾക്കൊക്കെ ചെറിയ തടസ്സങ്ങൾ വന്നപ്പോൾ അവർ പുറത്തുപോയി. അങ്ങനെയുള്ളവരൊന്നും മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കത്തില്ല.
അവരുടെ എല്ലാം മുഖം കാപട്ടി നിറഞ്ഞ മുഖങ്ങളായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ ദൈവസഭയ്ക്കകത്തുണ്ട്, നന്മ മാത്രം ആഗ്രഹിച്ചു വരുന്നവർ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും, ഹല്ലേലൂയ, നീ കടന്നു പോകുന്ന ഏത് മേഖലയിലും, നീ മരണത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നാലും എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങൾ ഒരിക്കലും ക്രിസ്തുവിനെ വിട്ടു പോകരുത്. അനവധി കുറ്റാരോപണം നിന്റെ മേൽ ചാർത്തിയാലും, അനവധി കള്ളസാക്ഷികളെ നിനക്കെതിരെ കൊണ്ട് നിർത്തിയാലും, ഹല്ലേലൂയ, അവിടെയെല്ലാം നിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കുവാൻ നിനക്ക് കഴിയണം. രക്തം ചെയ്യണം. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നോക്കിയപ്പോഴും മാധ്യമ സഭയെക്കുറിച്ച് നോക്കുമ്പോൾ, അപ്പോസ്തലന്മാരെ കുറിച്ച്, നമുക്ക് മുമ്പേ കടന്നുപോയ അനവധി പിതാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ, അവരൊക്കെ ജീവിതത്തിന്റെ യാത്രയിൽ നല്ല കഷ്ടതയിലൂടെ കടന്നുപോയവരാണ്. അവരവിടെല്ലാം ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നു. അവർ വില കൊടുത്തവരാണ്. നാം അവരെ മാതൃകയാക്കി വേണം കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത്. അപ്പൊ സ്തേഫാനോസിന്റെ മുഖം ആമി ദൈവദൂതന്റെ മുഖം പോലെ ഇന്ന് വരെ ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവദൂതന്റെ മുഖം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, സ്തോത്രം, എന്ന് വായിക്കുമ്പോഴൊക്കെ നമുക്കത് കാണാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ മുഖം, ഹല്ലേലൂയ, ദൈവദൂതന്റെ മുഖം, അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 28:3 വായിക്കുന്നുണ്ട്. അപ്പൊ സ്വർഗവുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ, പരിശുദ്ധാത്മാവുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ, ആ അഭിഷേകത്തിൽ ഞാനും നിങ്ങൾ നിറയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, എപ്പോഴും പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദൈവസനിൽ വചനധ്യാനത്തോടും കൂടെ കടന്നു പോകുമ്പോൾ, ഈ ദൈവദൂതന്റെ മുഖം പോലെ സ്തേഫാനോസിന്റെ മുഖത്തും കണ്ടതുപോലെ എന്റെയും നിങ്ങളുടെയും മുഖം അതുപോലെ ശോഭിക്കും. പക്ഷെ നമുക്ക് ദൈവമായിട്ട് വലിയ ബന്ധം ഉണ്ടായിരിക്കണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദൈവത്തോട് വലിയൊരു ബന്ധം പുലർത്തണം. ഈ ലോകത്തോടല്ല നിങ്ങൾ ബന്ധം പുലർത്തേണ്ടത്, ദൈവത്തോട് ബന്ധം പുലർത്തണം. അല്ലേലി, പഴമക്കാരൊക്കെ പറയാവുന്ന ഒരു പഴച്ചൊല്ലുണ്ട്, ആമിന്റെ അകത്തെ അഴക് മുഖത്തിൽ അറിയാമെന്ന്. അല്ലേലി, ആ വാക്ക് എത്ര യാഥാർത്ഥ്യമാണ്. ഒരു മനുഷ്യന്റെ അകത്തെ അഴക് അവന്റെ മുഖത്തറിയാം. അല്ലേലി, അകം നല്ലതാണെങ്കിൽ അത് മുഖത്ത് വെളിപ്പെടും എന്നുള്ളതാണ്. എന്നാൽ അകം മുഴുവൻ കറുപ്പാണെങ്കിലോ മുഖത്ത് അതിൻ്റെതായത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ ഇടയിൽ, ഹല്ലേലൂയ, യേശുവിനെതിരെ എന്തെല്ലാം കുറ്റാരോപണങ്ങൾ, എന്തെല്ലാം പ്രതിവാദങ്ങൾ, എന്തെല്ലാം വെല്ലുവിളികൾ, ആരെല്ലാം യേശുവിനെതിരെ കടന്നു വന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ഉപദേശത്തെ, സുവിശേഷത്തെ, യേശുക്രിസ്തു നടക്കുന്ന അത്ഭുതങ്ങളെ, അടയാളങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അനവധി ആളുകൾ രംഗത്ത് വന്നു. ഹല്ലേലൂയ. അവിടെയെല്ലാം യേശുക്രിസ്തു, ഹല്ലേലൂയ, പിതാവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ, ഹല്ലേലൂയ, ആമീൻ, ദൈവ തേജസ്സാൽ നിറയപ്പെട്ട് നിന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന് പോലും വലിയ വെല്ലുവിളികൾ കടന്നു വന്നെങ്കിൽ അത് അപ്പോസ്തലന്മാരുടെ കാലത്ത് കടന്നു വന്നു. ആദിമ സഭയിൽ അത് വെളിപ്പെട്ടു. ഹല്ലേലൂയ. അത് ഇന്നും വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ, നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അവയെ നേരിടുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, നിത്യമായ രാജ്യത്തിൽ സ്തേഫാനോസ് അടക്കമുള്ളവരോടൊപ്പം നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്ന് പൗലോസ് ശിഷ്യന്മാരെ പറഞ്ഞ് പ്രബോധിപ്പിച്ചവരുടെ മനസ്സുറപ്പിച്ചു പോകുന്നുവെന്നൊക്കെയാ നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി 14:22 വായിച്ചാൽ കാണാൻ കഴിയും. നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാട്ട്. അപ്പൊ അനേക കഷ്ടങ്ങളിലൂടെയാണ് നാം ദൈവരാജ്യത്തെ പ്രവേശിക്കേണ്ടത്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ജീവിതത്തിനെതിരെ കടന്നു വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ, അതിനെ നേരിടുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വെച്ചിരിക്കുന്നത്. അതിനാണ് ദൈവം നമുക്ക് അഭിഷേകം തന്നിരിക്കുന്നത്. നമുക്ക് അഭിഷേകം തന്നതും നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നതും ഈ ഭൂമിയിൽ നാം അല്ലെങ്കിൽ ദൈവത്തിന് ഉറപ്പോടെ നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ സദാസമയം ധൈര്യപ്പെടുത്തി, ഉറപ്പ് തന്ന്, ബലം തന്ന്,
ഹല്ലേലൂയ. ഏത് പ്രതികൂലത്തിന് മുമ്പിൽ ഉറച്ചു നിൽപ്പാനുള്ള ശക്തി നൽകും. അതാണ് സ്തെഫാനോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അകത്തെ അഴക് മുഖത്തിൽ അറിയാം എന്ന് പറയാറുണ്ട്. അപ്പൊ നിങ്ങളുടെ അകത്തിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ആര് വസിക്കണം? മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തു വസിക്കണം. കൊലോസ്യ ലേഖനം 1-ാം 27-ാം വാക്യം വായിച്ചാൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് പറയുന്നുണ്ട് കൊലോസ്യ സഭയോട്, മഹത്വത്തിന്റെ ആത്മാവായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവെന്ന്. അതേ സ്നേഹിത, നമ്മുടെ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ മുഖശോഭ തെളിഞ്ഞു നിൽക്കുകയുള്ളൂ. അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ദൈവ തേജസ്സുണ്ടായിരിക്കും. ഹല്ലേലൂയ. പിന്നെ കേൾക്കുന്ന മാതാവേ പിതാവി, കരഞ്ഞു കലങ്ങിയിരുന്ന് നിരാശപ്പെട്ട് ദുഃഖിച്ച് സങ്കടപ്പെട്ടു പോകാതെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയം ക്രിസ്തുവിനെ അകത്തുൾക്കൊണ്ടുകൊണ്ട്, ക്രിസ്തു അകത്ത് വസിക്കുവാൻ ഇട കൊടുത്തുകൊണ്ട്, ഹല്ലേലൂയ, സുവിശേഷ ഈ പോർക്കളത്തിൽ നിനക്ക് നേരെ കടന്നു വരുന്ന വെല്ലുവിളികളെ നീ നേരിടുക തന്നെ ചെയ്യണം. രക്തം ചെയ്യണം. പരിശുദ്ധാത്മാവിൽ നീ എപ്പോഴും നിറയപ്പെട്ട് നിന്റെ മേൽ അഭിഷേകം ജ്വലിപ്പിച്ചുകൊണ്ട് പ്രതിവാദമായി കടന്നു വരുന്നതിന് മുമ്പ് നീ തളരാതെ നിൽക്കുവാൻ കർത്താവ് നിന്നെ ബലപ്പെടുത്തുക തന്നെ ചെയ്യും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ, ആമേ, സുവിശേഷം മുഖാന്തരം തളർന്നിരിക്കുകയാണോ? ക്ഷീണിച്ചിരിക്കുകയാണോ? മുമ്പോട്ട് പോകാൻ വഴികളൊന്നുമില്ലാതെ നിന്റെ മുമ്പിൽ വഴികളിൽ അടഞ്ഞിരിക്കുകയാണോ? പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, ഇല്ല, നിന്നെ തകർക്കുവാൻ ഈ ലോകത്തിന് കഴിയില്ല, നിന്നെ നശിപ്പിക്കുവാൻ ഈ ലോകത്തിന് കഴിയില്ല. പിശാചിന്റെ ഒരു തന്ത്രങ്ങൾക്ക് നിന്നെ നശിപ്പിക്കാൻ കഴിയില്ല. കാരണം നിന്റെ ഉള്ളിൽ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് വസിക്കുന്നത്. അതാണ് യോഹന്നാനുമൊക്കെ പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവരാണെന്ന് നമ്മളൊന്ന് യോഹന്നാന്റെ ലേഖനം ഒക്കെ വായിച്ച കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഈ ലോകത്തിലുള്ളവനേക്കാൾ ഏറ്റവും വലിയവൻ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവാണ് ഒരു വിശ്വാസിയുടെ ഉള്ളിൽ വസിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തകർന്നു പോകണ്ട. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ക്രിസ്തുവിൽ നിറയപ്പെട്ടുകൊണ്ട് ആത്മാവിന്റെ പുതുക്കത്തിൽ നിങ്ങൾ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവസഭയുടെ ശുശ്രൂഷയുടെ ഭാഗമായി മുന്നോട്ട് നിങ്ങൾ പോകുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾക്ക് നേരെ കടന്നു വരുന്ന സകല വെല്ലുവിളികളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ഹല്ലേലൂയ, 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ന സഹിക്കേണ്ടി വന്നാൽ ഭാഗ്യവാന്മാർ. പത്രോസ് ക്രിസ്തുവിന്റെ നാമമുഖാന്തരം അനേക നിന്ന സഹിച്ച വ്യക്തിയാണ്. ഹല്ലേലൂയ. ഉപദ്രവങ്ങൾ സഹിച്ചു, പീഡകൾ സഹിച്ചു. ഹല്ലേലൂയ. അവസാനം തലകീഴായി ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസാ പറയുന്നത്, ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ഇത് തന്നെയാണ് സ്തെഫാനോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. യേശു ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നപ്പോൾ, പരിശോധനകളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ സ്തെഫാനോസും നിന്നയും അപമാനങ്ങൾ സഹിച്ചു. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത്, ഹല്ലേലൂയ, നാം ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പൊ മഹത്വത്തിന്റെ ആത്മാവായിരിക്കുന്ന ദൈവാത്മാവ് സ്തെഫാനോസിന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട്, അത് പത്രോസിന്മേൽ ഉണ്ടായിരുന്നത് കൊണ്ട്, ഹല്ലേലൂയ, അവരുടെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനം, നിങ്ങളിൽ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാനോ ആയിട്ടല്ല കഷ്ട സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവരുമായിട്ടുമല്ല, ക്രിസ്ത്യാനിയായിട്ട് കഷ്ട സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത് കണ്ടോ? നമുക്ക് മുമ്പേ കടന്നുപോയി ഭക്തന്മാർ, ഹല്ലേലൂയ, അവർ ക്രിസ്തുവിന്റെ നാമം ധരിച്ചിട്ട് അവരുള്ളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ശത്രുക്കളുടെ മുമ്പാകെ ശത്രുക്കൾ ഒന്നടങ്കം തങ്ങളെ ന്യായം വിധിക്കുമ്പോൾ, ഹല്ലേലൂയ, അവരുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ.
അപ്പൊ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത് എന്ന് ദൈവവചനം പറയുക. നമുക്കറിയാം കേരളത്തിന്റെ ഇന്ത്യയുടെ വിവിധമായ സംസ്ഥാനങ്ങളിൽ എന്തുമാത്രം ക്രിസ്തീയ പീഡകളാണ് വർദ്ധിക്കുന്നത്, എത്രമാത്രം മിഷണറിമാരാണ് ഉപദ്രവിക്കപ്പെടുന്നത്, എത്രമാത്രം വിശ്വാസികളാണ് പീഡിപ്പിക്കപ്പെടുന്നത്, എത്രമാത്രം ദൈവാലയങ്ങളാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവമക്കളുടെ നന്മകളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയെല്ലാം നിങ്ങൾ ഉറപ്പോടെ നിൽക്കുവാൻ കഴിയണം. കാലമൻ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും ആമി കടന്നു വരുമ്പോൾ, മരണത്തിന് വരെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ, സ്തെഫാനോസിനെ പോലെ അവിടെയെല്ലാം നിങ്ങളുടെ മേൽ ആശ്വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെട്ട് നിങ്ങളുടെ അഭിഷേകത്തിൽ നിങ്ങൾ ജ്വലിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ ശോഭിക്കുവാൻ കാരണമാകും. രക്തം ചെയ്യും. നമ്മൾ ആ അനുഭവത്തിലേക്ക് എത്തണമെന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ. സുവിശേഷ മുഖാന്തരം ലജ്ജിക്കപ്പെട്ടു പോകരുത്. എന്നെ കേൾക്കുന്ന സഹോദരൻ, സുവിശേഷ മുഖാന്തരം ലജ്ജിക്കപ്പെട്ടു പോകരുത്. സുവിശേഷ മുഖാന്തരം നിന്ന് സഹിക്കേണ്ടി വന്നാൽ, നീ ഉപദ്രവം സഹിക്കേണ്ടി വന്നാൽ, കർത്താവ് നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. നീ അനുഭവിച്ച കഷ്ടങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും അപ്പുറം ഒരു വലിയ അനുഗ്രഹത്തിന്റെ ഉറവിടം നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്നുണ്ട്. രക്തജയം അതിനെയൊക്കെ നമ്മൾ വിശ്വാസത്താൽ കാണണം കേട്ടോ. അല്ലേലിയ. അപ്പം വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ കണ്ടു. അല്ലേലിയ. ഒരിക്കലും ഒരു ദൈവദാസൻ പറഞ്ഞു, ഇന്ന് ഉപവാസ പ്രാർത്ഥനയുണ്ട്, എങ്കിലും നിങ്ങളിൽ ഭൂരിപക്ഷം പേർ സ്തോത്രം അല്ലേലിയ ഇഡലിയും ദോശയും കഴിച്ചിട്ട് വന്നിരിക്കുന്നു. ആകയാൽ ദൈവസനി പോരാടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് പറഞ്ഞു. ഒരു ഉപവാസ പ്രാർത്ഥന ശക്തമായിട്ട് നടക്കേ സഭയില്. ഉപവാസ പ്രാർത്ഥനയിൽ എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് സഭയുടെയും വേദപുസ്തകവും പറയുന്നത്. എന്നാൽ അവർ വന്നതെല്ലാം ഇഡലിയും ദോശയും ഒക്കെ കഴിച്ച് ഇഷ്ടംപോലെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് വയറ് നിറഞ്ഞ് ദൈവസഭയ്ക്കകത്ത് വന്നു. ദൈവസഭയ്ക്കകത്ത് വന്നവരുടെ മുഖത്തിന്റെ ഭാവവും മറ്റു രീതിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കർത്തൃദാസൻ പറഞ്ഞു, നിങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എല്ലാവരെയും പ്രകാശിക്കുവാനോ നിങ്ങൾക്ക് ദൈവസനി പോരാടി പ്രാർത്ഥിക്കുവാനോ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഹല്ലേലൂയ. ഞാനോ മുഴുനേര ഉപവാസത്തിലായിരിക്കുന്നതിനാൽ എന്റെ ഹൃദയത്തെ നീതി സൂര്യൻ നീതിസൂര്യനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സാണ് നിറച്ചിരിക്കുന്നു പറഞ്ഞു. ഈ ദൈവദാസൻ എന്താണ് ചെയ്തത്? അദ്ദേഹം മുഴുനേര ഉപവാസ പ്രാർത്ഥനയാണ്. അദ്ദേഹം മുഴുനേര ഉപവാസത്തിലാണ്. അങ്ങനെ മുഴുനേര ഉപവാസത്തിലായിരിക്കുന്ന ദൈവദാസന്റെ ഉള്ളിൽ നീതി സൂര്യനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആത്മാവല്ലേലിയ ഈ ദൈവദാസനവിൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തന്റെ മുഖരൂപം സ്തെഫാനോസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പ്രകാശിച്ചതുപോലെ ഈ ദൈവദാസന്റെ മുഖം അതുപോലെ പ്രകാശിക്കാൻ കാരണമായി. രക്തം ചെയ്യാം വല്ലേലിയ. എന്നാൽ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചവർക്കാർക്കും ആ അനുഭവം പ്രാപിക്കാൻ കഴിയില്ല. കാരണം അവരെല്ലാം നിറഞ്ഞ് കഴിച്ചു വന്നവരാ. രക്തം ചെയ്യും അല്ലേരി. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന അങ്ങനെയൊക്കെയാണ്. ഉപവാസ പ്രാർത്ഥനയാണെന്ന് പേരുണ്ടെങ്കിലും അല്ലേരിയ എല്ലാവരും നന്നായിട്ട് കഴിച്ച് നന്നായിട്ട് നിറഞ്ഞ് ക്ഷീണമൊക്കെ മാറിയ ദൈവസന്നിധി വരുന്നത്. എന്തിനാ? പോരാടി പ്രാർത്ഥിക്കാൻ വരുന്നതാ. പക്ഷെ അവർക്ക് പോരാടി പ്രാർത്ഥിച്ചാൽ ആ പോരാട്ട പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുകയില്ല. രക്തം ചെയ്യും. അപ്പൊ നിങ്ങൾ മുഴുനേരവും നിങ്ങൾ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. ഇവിടെ അല്ലേലൂയ സ്തോത്രം അല്ലേലൂയ. ഈ ദൈവദാസൻ അല്ലേലൂയ സ്തോത്രം ദൈവസനിൽ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖവും പ്രസവവും പ്രകാശമുള്ളതായി തീർന്നു. അപ്പം ദൈവമുഖം ദൈവമുഖം അന്വേഷിക്കുന്ന കർത്തൃദാസന്മാർ, ദൈവമുഖം അന്വേഷിക്കുന്ന ദൈവമക്കൾ അല്ലേലൂയ. അവർ ദൈവസന്നിധി ഉപവസിച്ച് പ്രാർത്ഥിച്ച് പോരാടുമ്പോൾ അവരുടെ ശുശ്രൂഷയും അവരുടെ പ്രസംഗവും അവരുടെ ഗാന ശുശ്രൂഷയോലൊക്കെ അവരുടെ ഉള്ളിൽ വസിക്കുന്ന മഹത്വത്തിന്റെ ആത്മാവ് പ്രകാശിച്ചിട്ട് അവരുടെ മുഖമൊക്കെ ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കും. രക്തം ചെയ്യും ഹല്ലേലൂയ. അതൊക്കെ നമ്മൾ ക്രിസ്തുവിൽ വില കൊടുക്കണമെന്നാണ്. ക്രിസ്തുവിൽ വില കൊടുക്കണം. അപ്പൊ സ്തെഫാനോസിനെ കുറിച്ച് വേദപുസ്തകം സാക്ഷ്യം പറയുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിനാൽ അല്ലേലൂയ നിറയപ്പെട്ടവനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലേലൂയ. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായിരുന്നു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വേദപുസ്തകം പറയുന്നത് ഇപ്രകാരമാണ്. അല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അല്ലേലൂയ. അത് സ്തോത്രം. അല്ലേലൂയ. അതിനകത്ത് ഇങ്ങനെ പറയുന്നു. അല്ലേലൂയ.
ഈ വാക്ക് അല്ലെങ്കിൽ സ്തോത്രം കൂട്ടത്തിന് ഒക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്. അപ്പൊ സ്തെഫാനോസ് ആരാണ്? വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനാണ്. ഹല്ലേലൂയ. സ്തെഫാനോസ് വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായതുകൊണ്ടാണ് തന്നെ പിടിച്ചു നിർത്തി തന്റെ മേൽ കുറ്റാരോപണങ്ങളൊക്കെ ചുമത്തി ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കള്ളസാക്ഷികളെ ഹാജരാക്കി സ്തെഫാനോസിനെ വാദിക്കുമ്പോൾ സ്തെഫാനോസിന്റെ മുഖം പ്രകാശിക്കുവാൻ കാരണം ഹല്ലേലൂയ അവൻ വിശ്വാസവും പരിശുദ്ധാത്മാവും ഉള്ളവനായിരുന്നുവെന്ന് അപ്പോസ്തലപ്രവൃത്തി 6:5 നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 6:10 വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ സ്തെഫാനോസാണ് വിശ്വാസവും ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനാ. അതുകൊണ്ട് അവൻ പ്രസംഗിക്കുന്നത് ജ്ഞാനത്തോടു കൂടിയ ആത്മാവോടും കൂടെയാണ്. അതുകൊണ്ട് ന്യായാധിപ സംഘത്തിലുള്ളവർക്ക് അവനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയില്ല. എത്താൻ ചെയ്യാം. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവളായി ജ്ഞാനത്തോടും ദൈവാത്മാവോടും കൂടിയാണ് നീ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ. നിനക്കെതിരെ ആരെല്ലാം എഴുന്നേറ്റാലും നിനക്കെതിരെ ആരെല്ലാം വിരൽ ചൂണ്ടിയാലും നീ ഭാരപ്പെട്ടു പോകണ്ട. നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന അഭിഷേകം മുഖാന്തരം നിന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ നിനക്ക് മുമ്പിൽ നിൽക്കുന്നവരുടെ മുമ്പിൽ അത് പ്രകാശിക്കും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. രക്തം ചെയ്യണം. അപ്പൊ നിന്നെ കേൾക്കുന്ന സഹോദര നിങ്ങളും അതേ അനുഭവത്തിലേക്ക് വരണമെന്ന് സ്തെഫാനോസിനെ പോലെ നിങ്ങൾ അതേ അനുഭവത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത് പ്രകാശിക്കുന്നവരുടെ ഹൃദയത്തിലും മുഖത്തിലും ഇരുളുണ്ടായിരിക്കത്തില്ല. കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുന്നവരുടെ മുഖത്തിലും ഹല്ലേലൂയ ഹൃദയത്തിലും ഒരിക്കലും ഇരുളുണ്ടായിരിക്കത്തില്ല. അന്ധകാര ശക്തികൾ അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കത്തില്ല. അവരെ അന്ധകാര ശക്തികൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവ സൂര്യനെ കണ്ട ഹല്ലേലൂയ മഞ്ഞ് പോലെ വിലകിപ്പോകും. ഹല്ലേലൂയ മാറിപ്പോകും. സൂര്യന്റെ മുമ്പിലേക്ക് വരുന്ന മഞ്ഞിന്റെ സ്ഥിതി എന്താ? സൂര്യനെ കാണുമ്പോഴത്തേനും മഞ്ഞുരുകി പോകുന്നത് പോലെ. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ വിശ്വാസവും പരിശുദ്ധാത്മാവും ജ്ഞാനവും ദൈവാത്മാവിന്റെ അഭിഷേകവും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നിനക്ക് നേരെ കടന്നു വരുന്ന അന്ധകാര ശക്തികൾ, പൈശാചിക ശക്തികൾ, എതിരാളികൾ, കള്ളസാക്ഷികൾ മഞ്ഞുരുകി പോകുന്നത് പോലെ നിനക്ക് മുമ്പിൽ ഉരുകിപ്പോകുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതെ, നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാൻ കഴിയണം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവശക്തിയാൽ നിറയപ്പെടണം. വിശ്വാസം വർദ്ധിക്കണം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിങ്ങൾ ഉണർന്ന് ശോഭിക്കുവാൻ കഴിയണം. രക്തം ചെയ്യും. അതെ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നിന്നെ കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. ഹല്ലേലൂയ. കേവലം ഒരു വിശ്വാസിയായി മാത്രം ഒതുങ്ങിപ്പോകാതെ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നീ മനസ്സിലാക്കി, നിന്നെ കുറിച്ചുള്ള ദൈവാലോചന മനസ്സിലാക്കി, നിന്റെ മേലുള്ള വാക്തത്വത്തെ നീ മനസ്സിലാക്കി നീ ദൈവത്തിനെ ഉപവസിപ്പിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ കർത്താവ് നിന്നെ ആത്മാവിൽ നിറയ്ക്കുവാൻ തുടങ്ങും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ എന്താണ്? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം. ദൈവശക്തിയാൽ നിങ്ങൾ നിറയണം. നിങ്ങളുടെ ഹൃദയമാകുന്ന പാത്രം ദൈവമഹത്വത്താൽ നിറയണം. നിങ്ങളുടെ ഹൃദയമാകുന്ന പാത്രം ദൈവത്തിന്റെ മഹത്വത്താൽ നിറഞ്ഞിരിക്കണം. സ്തെഫാനോസിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാട്ടെ. ഹല്ലേലൂയ. വേദപുസ്തകം ഇന്നും പറയുന്നത് എന്താണ്? അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചെന്ന് പറയുമ്പോൾ ഇന്നും അങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലാതെ കഷ്ടങ്ങൾ കണ്ടപ്പോൾ, പ്രയാസങ്ങൾ കണ്ടപ്പോൾ, ഉപദ്രവം വന്നപ്പോൾ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ സ്തെഫാനോസിനെ കൊണ്ട് നിർത്തി കള്ളസാക്ഷികൾ തനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞപ്പോഴൊന്നും സ്തെഫാനോസ് ക്രിസ്തുവിനെ തള്ളി പറയാതെ ഹല്ലേലൂയ രക്തം ചെയ്യും. ക്രിസ്തുവിന്റെ മുഖം ശോഭിച്ചതുപോലെ തന്നെ സ്തെഫാനോസിന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ ശോഭിച്ച് അവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്നതുകൊണ്ടാണ് അവര് നോക്കിയപ്പോൾ അവന്റെ മുഖത്താൽ ശോഭ കാണുവാൻ കഴിഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ അതേ അനുഭവത്തിലേക്ക് വരണം. നിങ്ങളുടെ ആത്മജീവിതം കർത്താവിന് വേണ്ടി കൂട്ടുക്കണം. ഹല്ലേലൂയ. അത് ആത്മാവിൽ നിറയപ്പെട്ട്, ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നതായിരിക്കണം. നിങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ്? ഹല്ലേലൂയ. നമ്മെ ഏൽപ്പിച്ചിരുന്ന ശുശ്രൂഷ എന്താണ്? നമ്മുടെ മേലുള്ള ദൈവവിളി എന്താണ്? നമ്മുടെ മേലുള്ള നിയോഗം എന്താണ്? അത് തിരിച്ചറിയണമെങ്കിൽ ഹല്ലേലൂയ ഞാനും നിങ്ങളും
ലോകത്തെ വിശ്വാസത്താലും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവികമായ ജ്ഞാനം കൊണ്ട് നിറയപ്പെട്ട് മഹത്വത്തിന്റെ ആത്മാവായിരിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ മേൽ ആവസിക്കുന്നെങ്കിൽ മാത്രമേ നമ്മളിലുള്ള ദൈവനിയോഗം നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ സേവാനോസിനെ പോലെ ഹല്ലേലൂയ നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കഴിയണം. രക്തം ചെയ്യും. നാം ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ നാം പലപ്പോഴും പീഡയിലൂടെ കടന്നു പോകാം, വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാം. അവിടെയെല്ലാം നിങ്ങൾ തളരരുത്, നിങ്ങൾ ക്ഷീണിക്കരുത്. അല്ലേലിയ നിങ്ങൾ അവിടെയെല്ലാം ഉറപ്പോടെ നിൽക്കുവാൻ കഴിയണം. രക്തം ചെയ്യും. അതാണ് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത്. നാം വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട്. സക്കറിയാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇവിടെ അങ്ങനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. സക്കറിയാവിന്റെ പുസ്തകം അല്ലേലിയ സ്തോത്രം 4-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അവിടെ സ്തോത്രം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 4-ാമത്തെ 6-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്നാൽ സെരുബാബേലുള്ള യഹോവയുടെ അരുളപ്പാടാവിത് സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ അതിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങൾ എന്ത് പ്രാപിച്ചില്ലെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചേ മതിയാകുള്ളൂ. പരിശുദ്ധാത്മാവില്ലാതെ യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് ഇവിടെ ദൈവത്തിന് വചനം പറയും. അതുകൊണ്ട് എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇവിടെ അല്ലെങ്കിൽ സെരുബാബേലുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ സ്തോത്രം, എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ ശക്തി പോരാ, ആത്മാവിന്റെ ശക്തി ആവശ്യമാണ്. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്ര എന്ന് സൈന്യങ്ങൾ യഹോവ അവിടെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ കർത്താവിന്റെ സന്നിധിക്ക് വരണം. പിന്നെ അവിടെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. അതിന് ഹല്ലേലൂയ സ്തോത്രം, അതിന് കൃപ എന്ന ആർപ്പോടു കൂടെ അവൻ ആണിക്കല്ല് കയറ്റും കൊണ്ട് കൃപ നിന്റെ പേരുണ്ടെങ്കിൽ, അഭിഷേകം നിന്റെ പേരുണ്ടെങ്കിൽ, ഹല്ലേലൂയ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം പോലെയുള്ള വിഷയമായിരുന്നാലും നിനക്ക് പ്രശ്നമല്ല. നീ കൃപ എന്ന് പറഞ്ഞ് ആണിക്കല്ല് കയറ്റുമെന്ന് പറഞ്ഞതുപോലെ നിന്നെയും ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. അപ്പൊ നാം കർത്താവിന് വേണ്ടി വില കൊടുക്കുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകണം. ജീവിതം ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം വീണ്ടും നാം ദൈവത്തിന് വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്, ആദിമസഭയിലെ അപ്പോസ്തലന്മാർ പ്രകാശിച്ചതിന്റെ കാരണം എന്താണ്? ഹല്ലേലൂയ. ആദിമസഭയിൽ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാർ പ്രകാശിക്കാൻ കാരണം, അവർ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കാൻ കാരണം, അവർ പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്യാൻ കാരണമായതിന്റെ പിന്നിലെ രഹസ്യം, പിതാവ് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ ആത്മാവിനാൽ അവർ നിറയപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വാക്യം പറയുന്നത്, എന്റെ പിതാവ് വാഗ്ദാനം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ. അതെ, പിതാവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആദിമസഭ നിറയപ്പെട്ടിരുന്നു. അപ്പോസ്തലന്മാർ നിറയപ്പെട്ടിരുന്നു. അവർ കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയുമായി ഇറങ്ങിയപ്പോൾ അവർക്കെതിരെ വലിയ വെല്ലുവിളികളാണ് വന്നത്, പ്രശ്നങ്ങളാണ് കടന്നു വന്നത്. അതിനെല്ലാം അവർ തരണം ചെയ്യുവാൻ കാരണമായി തീർന്നത് പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിൽ അവർ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങളും പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് ഹല്ലേലൂയ അപ്പോസ്തലന്മാരെ ഉപയോഗിച്ച ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നുള്ള വിശ്വാസത്തോടെ, ഒരു സ്തെഫാനോസിനെ ഉപയോഗിച്ച ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്ന വിശ്വാസത്തോടെ നിങ്ങൾ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് പണം ഉണ്ടായിരിക്കാം, ഒരുപാട് സമ്പത്തുണ്ടായിരിക്കാം, സ്ഥാനമാനങ്ങൾ ഉണ്ടായിരിക്കാം, പേരും പ്രശസ്തിക്ക് ഉണ്ടായിരിക്കാം, നല്ല കുടുംബം, നല്ല തറവാട്, നല്ല പാരമ്പര്യമൊക്കെ ആയിരിക്കാം. ഹല്ലേലൂയ. ഒരുപാട് കൂട്ടുകാരും ബന്ധുക്കളും ഉന്നതാധികാരങ്ങളിൽ പിടിപാടുകളൊക്കെ കാണാം. പക്ഷേ അതുകൊണ്ടൊന്നും നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയില്ല. ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ ഹല്ലേലൂയ ക്രിസ്തുവിനോടൊപ്പം കഷ്ടം സഹിച്ചേ മതിയാകുള്ളൂ.
അല്ലേ? ക്രിസ്തുവിനോടൊപ്പം കഷ്ടം സഹിക്കുമ്പോഴാണ് നമുക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. അല്ലേ? അതുകൊണ്ട് ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുതെന്ന് അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ആമി സ്തേഫാനോസിനെ സംബന്ധിച്ച് നോക്കിയാണ്ട് അല്ലെ പുതിയ നിയമസഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. അല്ലേ? പുതിയ നിയമസഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തേഫാനോസ്. അല്ലേ? തന്റെ ജീവൻ പോകുമ്പോഴും, തന്റെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും, തന്റെ ജീവൻ അപകടത്തിലായിരിക്കുമ്പോഴും ജനമെല്ലാം തനിക്കെതിരെ ഒന്നായി നിന്ന് കല്ലെറിയുമ്പോഴും, അല്ലേലിയ, സ്തേഫാനോസ് പതറിപ്പോകാതെ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ച് അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറഞ്ഞു, ആമീൻ. തന്റെ മുമ്പിൽ നിൽക്കുന്ന കുറ്റവാളികളെ, തന്റെ മുമ്പിൽ നിൽക്കുന്ന എതിരാളികളെ നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, ഈ പാപം ഇവർക്ക് കണക്കിടരുതേ എന്നാണ്. അല്ലേ? അതൊക്കെ പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. അല്ലേരിയ. അപ്പൊ അതുകൊണ്ട് സ്തോത്രാമി, നമ്മൾ പിതാവ് വാഗ്ദത്തം ചെയ്ത ആത്മാവിനെ പ്രാപിക്കണം. അതിനെക്കുറിച്ച് ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി 1:8 രേഖപ്പെടുത്തി വെച്ചു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരുമെന്ന്. അല്ലേലുയ. അത് ദൈവം തന്റെ ആത്മാവിനെ സകല ജനത്തിനും പകരാൻ ആഗ്രഹിക്കുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-28 വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ ദൈവിക ദൂത വാഗ്ദത്തത്തെ പുതിയ നിയമസഭയ്ക്ക് ദൈവം പകർന്നു. അവിടെ യോവേൽ എന്താ പറഞ്ഞത്? അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്റെ ആത്മാവിനെ പകരും. അല്ലേലിയ. അപ്പോസ്തലർ 2:17 വരുമ്പോൾ അവിടെ അത് കാണുന്നുണ്ട്. യോവേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം ദിവസഭയ്ക്ക് നൽകിയിരിക്കുന്നു. അത് അപ്പോസ്തലർ 1:8 അതാണ് വായിച്ചത്. നിങ്ങൾ അല്ലെ സ്തോത്രം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിൽ അറ്റത്തോളം നിങ്ങളുടെ സാക്ഷികളായി തീരും. അതെ, നിങ്ങൾ കർത്താവിന് വേണ്ടി സാക്ഷിയായി തീരണം. നിങ്ങൾ കർത്താവിന് വേണ്ടി സാക്ഷിയായി തീരണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾക്ക് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന മാതാവി, നമുക്ക് ലഭിച്ച ജീവിതം എത്ര ഭാഗ്യമുള്ളതാണ്. അല്ലേരിയ. നമുക്ക് ലഭിച്ച ജീവിതം എത്ര സന്തോഷമുള്ളതാ. നമ്മുടെ കർത്താവിനോട് ചേർന്നുള്ള വാസം, നമ്മുടെ കർത്താവിനോട് ചേർന്നുള്ള നടപ്പ്, നമ്മുടെ കർത്താവിനോട് ചേർന്നുള്ള ജീവിതം, നമ്മുടെ കർത്താവിനോട് ചേർന്നുള്ള ശുശ്രൂഷകളെല്ലാം നാം ഓർക്കുമ്പോൾ എത്രമാത്രം സ്തുതിച്ചാലും മതി വരികയില്ല. അത്രമാത്രം നാം ദൈവത്തെ സ്തുതിക്കാൻ കടപ്പെട്ടവരാണ്. രക്തം ചെയ്യാം. അല്ലേരിയ. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, സങ്കടങ്ങൾ മറക്ക്, ദുഃഖങ്ങൾ മറക്ക്. ഇന്നലകളിലുള്ള പരാതികളും വൈഭവങ്ങളെല്ലാം മാറ്റി കളഞ്ഞിട്ട് നീ ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്ക്, ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്ക്, ആത്മാവിൽ നിറഞ്ഞ് ദൈവവചനം പറ. നിന്റെ ജീവിതത്തിന്റെ കഷ്ടങ്ങളെല്ലാം മാറിപ്പോകും. നിന്റെ പ്രതിസന്ധികളെല്ലാം മാറിപ്പോകും. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിന്റെ കാൽക്കീഴെ ചതച്ച് കളഞ്ഞല്ലേരിയ. നിന്നെ ഉന്നതമായ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. രക്തം ചെയ്യും. അല്ലേരിയ. അവിടെ നീ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. രക്തം ചെയ്യും. നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ വിധേയപ്പെടുത്തി കൊടുക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇവിടെ എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകത്താൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടണം. നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന അഭിഷേകത്താൽ നിങ്ങൾ നിറയപ്പെടണം. അല്ലേലൂയ. അഭിഷേകത്തിൽ നിങ്ങൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പുതിയ പുതിയ ദർശനങ്ങളെ, വെളിപ്പാടുകളെ നിങ്ങൾക്ക് നൽകാൻ തുടങ്ങും. അല്ലേലൂയ. സമയം ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ദൈവവചനം ജാഗ്രതയോടെ നിങ്ങൾ പ്രസംഗിക്കണം. നിങ്ങൾക്ക് സമയം ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും സുവിശേഷം നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കണം. രക്തം ചെയ്യും. നിങ്ങൾ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അല്ലെങ്കിൽ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും ജ്ഞാനത്തോടും കൂടെ നിറച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം സ്തേഫാനോസിനെ തെരഞ്ഞെടുത്തത്. സ്തേഫാനോസിനെ ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചപ്പോൾ അവൻ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായി ജ്ഞാനത്തോടും ആത്മാവോടും കൂടി അവൻ ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞപ്പോഴാണ് അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചത്. അല്ലേലൂയ.
ഹല്ലേലൂയ. അത് നിങ്ങളെയും അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഒരുക്കിയത്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്തോത്രം. അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവും നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായും എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിന്ന് അവിടെ കാണുന്നുണ്ട്. അത് എപ്പോഴും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആത്മാവ് നിറഞ്ഞവരായി, ഹല്ലേലൂയ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. സമയം തീർന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അടുത്ത നിമിഷത്തിൽ നമ്മൾ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അടുത്ത പ്രഭാതം കണ്ണു തെളിച്ച് കാണാൻ കഴിയണമെന്നില്ല. പക്ഷെ നിങ്ങൾ ലാസ്റ്റ് സമയമായിരിക്കരുത്. പക്ഷേ നീ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രകാശിക്കണം. പ്രൈസലോ. നീ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രകാശിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ എത്ര സമയം നിങ്ങൾ കർത്താവിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്? നിങ്ങളെ തന്നെ ശോധന ചെയ്ത് നോക്കണം. നിങ്ങളുടെ സമയം നിങ്ങൾ വ്യർത്ഥമാക്കി കളയുവാണോ, നഷ്ടപ്പെടുത്തി കളയുവാണോ? ഈ ലോകകാര്യങ്ങളിലേക്കും പരകാര്യങ്ങളിലും ഇടപെട്ട് നിങ്ങളുടെ സമയത്തെ വ്യർത്ഥമാക്കി കളയാതെ, സ്തോത്രം, നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. സ്തേഫാനോസിനെ പോലെ രക്തം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. വായിച്ച വചനം എന്താണ്? അപ്പോസ്തലപ്രവൃത്തി 6:15 ന്യായാധിപ സംഘത്തിൽ ഇരുന്നവരെല്ലാവരും അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ മുഖവും ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണണം. ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനെ കാണാൻ കഴിയും. അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പീഡകളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, നിന്ദകളൊക്കെയുണ്ട്, കഷ്ടതകളും കഷ്ടപ്പാടുകളും ഒക്കെയുണ്ട്, വെല്ലുവിളികളുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധിയിലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെടണം. ആത്മാവിൽ നിറഞ്ഞ് നീ കർത്താവിനോട് കൂടെ നിൽക്കണം. നിന്റെ എല്ലാ കഷ്ടതകളും മാറ്റി ദൈവം നിന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കും മുമ്പ് ആവർത്തിച്ചു. അത് നിനക്ക് ചില നന്മകളെ, നിനക്ക് ചില പുതിയ വഴികളെ, ചില പുതിയ നിയോഗങ്ങളെ ദൈവം തരാൻ ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്നുവരെ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഇന്നുവരെ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ, ഇന്ന് പകൽ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കണം. യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്താൽ കർത്താവ് നിന്റെ എല്ലാ പ്രതിസന്ധികളും നിന്നെ പിടിവയ്ക്കും. നിങ്ങൾക്ക് എന്നോടൊപ്പം ചേർന്ന് പറയാമോ? യേശുവേ, സ്തേഫാനോസിനെ പോലെ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുവാൻ വിശ്വാസവും പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ച് ജ്ഞാനത്തോടെ കർത്താവിന്റെ വചനം വിളിച്ചു പറയാൻ അടിയനെ സമർപ്പിക്കുന്നു, അടിയന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, അടിയ തലമുറയെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ കഴിയുമോ? അങ്ങനെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറിയാത്ത വഴിയിലൂടെ ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നിങ്ങളുടെ മേൽ പകരാൻ തുടങ്ങും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുപിടിക്കുന്ന എല്ലാ ജനത്തെ ഞങ്ങൾ ഓർക്കുന്നു. വലിയുടെയും ചെറിയുടെയും എല്ലാ ദൈവം അനുഗ്രഹിക്കണമേ. കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും ഉപദ്രവങ്ങളും പീഡകളും സുവിശേഷ മുഖാന്തരം ഉണ്ടാകുമ്പോൾ, പല സ്ഥലങ്ങളിൽ ദൈവമക്കൾ ദൈവദാസമാർ ഉപദ്രവിക്കപ്പെട്ട് തടവിലാക്കപ്പെടുമ്പോൾ അവിടേക്ക് സേവാനുസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പ്രകാശിച്ചതുപോലെ പ്രകാശിക്കുവാൻ ഈ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നില്ലേ. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവൺമെന്റ്, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ ഭരിക്കുന്ന ആദിവാസികൾ, ട്രൈബൽ മേഖലയായിരിക്കുന്നവരെ കർത്താവേ, സ്തോത്രമല്ലേ ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കരസേന, വ്യോമസേന, നാവികസേന, രാജ്യത്തിൽ കാക്കുന്നവർ, അല്ലെങ്കിൽ നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, ക്രമസമാധാന പാലകർ, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെയും, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർ, വാഹന നിർമ്മിതാക്കൾ, അല്ലേലൂയ, അതിന് ഷോറൂം കർത്താവ് വിൽപ്പനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ട്രേഡ് രംഗത്തും കൺസ്ട്രക്ഷൻ രംഗത്തും മെക്കാനിക്കൽ രംഗം, മോട്ടോർ രംഗത്തും, അല്ലേലൂയ, ക്ഷീരമേഖലയും കാർഷിക മേഖലയിലും സമുദ്രാതിലൊക്കെ കനികളും ഫാക്ടറികളും ഒക്കെ ജോലി ചെയ്യുന്നവർ, അല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കടലോര വാസികളിൽ മത്സ്യബന്ധനത്തിൽ ആയിരിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. ചെറുതും വലുതുമായ എല്ലാ വ്യാപാരി വ്യവസായികളെയും
എല്ലാ വഴിയൂര കച്ചവടക്കാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബാങ്കിങ് മേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, കാർഷിക മേഖലയായിരിക്കുന്നവരെല്ലാം ഞാൻ ഓർക്കുകയാണ്. സാമൂഹ്യ സംസ്കാര സംഘടന രംഗത്തിൽ ചരിത്രമാദ്യ വീഡിയോ നിൽക്കുന്നവരെ, സയന്റിസ്റ്റ് എഞ്ചിനീയർമാരെ ഓർക്കുന്ന പാലേരിയ സ്തോത്രം. ദേശത്തും വിദേശത്തും ഒക്കെ കടന്നുപോയി പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്നവർ, കർത്താവിന്റെ വേലയുമായി കടന്നുപോയിരിക്കുന്ന ദൈവദാസിദാസന്മാർ, ഭൂമിയുടെ അറ്റത്തോളമായിരിക്കും ജനത്തെ ഞാൻ ഓർക്കുന്ന ലേലിയ. ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാര യുവനത്തിൽ, വാർദ്ധക്യത്തിൽ, അനുഭവത്തിൽ അസനയാചകർ, ഓർഫനേജിൽ ഓൾട്ടഞ്ഞു തടവറയിലായിരിക്കുന്നവർ ഓർക്കുന്നു. ഇവർക്കെല്ലാം ഒരു മോചനം കൊടുക്കണമേ. അവർക്കെല്ലാം വിശ്വാസം വർദ്ധിക്കണമേ. അവരിൽ ഈ പരിശുദ്ധന്മാവ് നിറയപ്പെട്ടുകൊണ്ട് ദൈവിക അഭിഷേകം ഏറ്റെടുത്ത് സേവാനുസിനെ പോലെ കർത്താവിന് ഉണർന്ന് പ്രവർത്തിപ്പാൻ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ഇതുപോലെ ജനത്തെ സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുന്നു. ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വരട്ടെ. മദ്യപാനികൾ മാനസാന്തരപ്പെട്ട്, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. സുവിശേഷ വിരോധികൾ മാനസാന്തരപ്പെടുവാൻ, യുക്തിവാദികളും തീവ്രവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരെല്ലാം ദൈവത്താൽ സന്ദർശിക്കപ്പെടാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കാലങ്ങളുടെ ശക്തമായ ഉണർവിനെ ദൈവം പകരണമേ. ശക്തമായ ദൈവിക അഭിഷേകം ജനത്തിന്മേൽ ചൊരിയപ്പെടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.